നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വേലകളുടെ വേലയായ നന്മാറ വല്ലങ്കി വേല ഇതാ വന്നെത്തി. 2026 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് നന്മാറ വല്ലങ്കി വേല നടക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തിയുള്ള നന്മാറ വല്ലങ്കി വേല വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഉത്സവം കൂടിയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തിയുള്ള ഗജവീരന്മാരാണ് നന്മാറ വല്ലങ്കി വേലയ്ക്ക് അണിനിരക്കുന്നത്. വാദ്യങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കാൻ ഇവിടെ എത്തുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തരായ മേള പ്രമുഖന്മാരാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ബഹുനില പന്തലുകളാണ്. ഈ കാഴ്ചപ്പന്തലുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ചേലാണ്. ഇതിനെല്ലാം ഉപരിയായി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഘനഗംഭീരമായ വെടിക്കെട്ടുകളാണ്. വെടിക്കെട്ടിന്റെ രാജാവ് എന്നാണ് നന്മാറ വല്ലങ്കി വേലയെ പൊതുവെ വിശേഷിപ്പിക്കാറ്. പണ്ടുകാലം മുതൽക്കേ വെടിക്കെട്ടിന്റെ അവസാന വാക്കായി പറയപ്പെടുന്ന നന്മാറ വല്ലങ്കി വേല കാണാൻ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വെടിക്കെട്ട് സമയക്രമം നോക്കാം. ഏപ്രിൽ മാസം 2-ാം തീയതി, അതായത് വേല തലേന്ന്, ഇവിടെ നന്മാറ വല്ലങ്കി ദേശങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നതാണ്. ആദ്യം വല്ലങ്കി ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് നടക്കുക. വൈകുന്നേരം 6-നും 7-നും ഇടയ്ക്കുള്ള സമയത്താണ് അത് നടക്കാറ്. അത് അത്രയ്ക്കും ഘനഗംഭീരമായ ഒരു വെടിക്കെട്ടാണെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പിൾ വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തായി നന്മാറ ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ്. അത് വൈകുന്നേരം 7-നും 8-നും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക. സാധാരണയായി നന്മാറ ഗേൾസ് ഹൈസ്കൂളിന് സമീപത്തുള്ള പാടത്ത് വെച്ചാണ് അത് നടക്കാറ്. ഇനി അടുത്തായി നന്മാറ വല്ലങ്കി വേല ദിവസം നടക്കുന്ന പ്രധാന വെടിക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വേല ദിവസം നടക്കുന്ന എല്ലാ വെടിക്കെട്ടുകളും ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള പാടങ്ങളിൽ വെച്ചായിരിക്കും നടക്കുക. ഏപ്രിൽ 3-ന് വൈകുന്നേരം 6-നും 7-നും ഇടയ്ക്കുള്ള സമയത്ത് വല്ലങ്കി ദേശത്തിൻ്റെ വൈകുന്നേരം വെടിക്കെട്ട് നടക്കുന്നതാണ്. മുണ്ടത്തിക്കോട് സതീഷ്, കുണ്ടന്നൂർ സജി എന്നിവർ ചേർന്നാണ് വല്ലങ്കി ദേശത്തിൻ്റെ ഈ വൈകുന്നേരം വെടിക്കെട്ട് സജ്ജീകരിക്കുന്നത്. ഈ ഒരു വെടിക്കെട്ടിന് ശേഷം തുടർന്ന് നന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്നതായിരിക്കും. ഇതിന് നമുക്കൊരു കൃത്യമായ സമയം പറയാൻ കഴിയില്ല, കാരണം മുൻ വർഷങ്ങളിൽ ഈ ഒരു വെടിക്കെട്ടിൻ്റെ സമയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് കാത്തിരുന്ന് കാണാം. സ്റ്റിബിൻ സ്റ്റീഫൻ ആൻഡ് ടീമാണ് നന്മാറ ദേശത്തിൻ്റെ ഈ വൈകുന്നേരം വെടിക്കെട്ട് സജ്ജീകരിക്കുന്നത്. ഇനി അടുത്തായി നടക്കുന്നത് പുലർച്ചെ വെടിക്കെട്ടാണ്. ആദ്യം വല്ലങ്കി ദേശത്തിൻ്റെ വെടിക്കെട്ടാണ് നടക്കുക. അത് അടുത്ത ദിവസം, അതായത് ഏപ്രിൽ 4-ന് പുലർച്ചെ 3:30-നും 4:30-നും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക. വെടിക്കെട്ട് സജ്ജീകരിക്കുന്നത് ദേശമംഗലം സുരേന്ദ്രൻ ആൻഡ് ടീമാണ്. തുടർന്ന് നന്മാറ ദേശത്തിൻ്റെ പുലർച്ചെ വെടിക്കെട്ട് നടക്കും. ഇത് പുലർച്ചെ 4:30-നും 5:30-നും ഇടയ്ക്കുള്ള സമയത്താണ് നടക്കേണ്ടത്. പക്ഷേ മുൻ വർഷങ്ങളിൽ ഈ ഒരു വെടിക്കെട്ട് 7 മണിക്ക് ശേഷമൊക്കെയാണ് നടന്നിട്ടുള്ളത്. നന്മാറ ദേശത്തിൻ്റെ ഈ ഒരു പുലർച്ചെ വെടിക്കെട്ട് സജ്ജീകരിക്കുന്നത് സ്റ്റിബിൻ സ്റ്റീഫൻ, ബിനോയ് ബാബു തുടങ്ങിയ ഒരു ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് വെടിക്കെട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും JSI യൂട്യൂബ് ചാനലിൻ്റെ നന്മാറ വല്ലങ്കി വേല ആശംസകൾ.